ഇപ്പൊ LGBTQ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ബ്രാക്കറ്റിൽ ഒരുപാട് ഐഡന്റിറ്റിയും അതുമായി ബന്ധപ്പെട്ട കുറെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു വശത്തുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് ആദില നൂറ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവരുടെ ഒരു പേഴ്സണൽ ചോയ്സ്, അത് നിയമവിരുദ്ധമല്ലാതെ ഇരിക്കെ, അത് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് എന്നിരിക്കെ, അതിന്റെ പേരിൽ അവരെ അകറ്റി നിർത്തുക, അതിന്റെ പേരിൽ അവരോട് ഒരു അയിത്തം കൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ആധുനിക സമൂഹത്തിന് ചേർന്നല്ല. ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഹോമോഫോബിയ എന്ന് പറയുന്ന ഒരു വിഷയമാണ് അവിടെ കടന്നു വരുന്നത്. ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ അത് ഹെറ്ററോസെക്ഷൽ അല്ല എന്നതിന്റെ പേരിൽ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് അവരോടൊരു എതിർപ്പ്, അവരെ അകറ്റി നിർത്തുക, അവരെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടവരാണെന്ന് ചിത്രീകരിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പൊ ഏത് മതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഹോമോസെക്ഷൽസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയും അല്ലെങ്കിൽ ബിൽഡിംഗ്, ഇപ്പൊ ഇസ്ലാമിലെ നിയമം പറയുന്നത് ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് എറിഞ്ഞു കൊല്ലാണെന്നാണ് പറയുന്നത്. അതാണ് അതിലെ നിയമം. അതിനോടുള്ള ഒരു വിയോജിപ്പുണ്ട്, അത്തരം നിയമങ്ങൾ. അപ്പോൾ അവർക്ക് ബയോളജി അറിയാത്തതിന്റെ പേരിലാണ് ഈ സംഗതി ഇങ്ങനെ നിലപാടെടുക്കുന്നത്. ഇതും ഒരു നോർമൽ ഒരു സംഗതിയാണ്.